വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. നിങ്ങൾ QA1 QA2 ഒക്കെ നല്ലോണം ആൾക്കാർ കാണുന്നുണ്ടെന്ന് മനസ്സിലായി, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറെ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ പ്രോപ്പർട്ടി പ്രൈസ് ഭയങ്കരമായിട്ട് താഴോട്ട് പോകുന്നു, അതുപോലെ തന്നെ റെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, ലിവിങ് കോസ്റ്റ് കൂടുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ ആൻസർ ചെയ്യാൻ തന്നു കഴിഞ്ഞു. ഈ വീടുകളെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീടുകളുടെ വില താഴോട്ട് പോകുന്നതിനെ പറ്റിയും റെന്റിന്റെ കാര്യമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ QA3 കിടക്കുകയാണ്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഓരോ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ QA3 കിടക്കുകയാണ്. വീടുകളെ പറ്റി സംസാരിക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ന്യൂസിലാൻഡിലെ പ്രോപ്പർട്ടി പ്രൈസ് താഴോട്ട് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്, ലിവിങ് കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ലിവിങ് കോസ്റ്റ് കൂടുമെന്ന് അറിയാലോ. അപ്പം ഞാൻ കുറച്ച് കുറച്ച് കാലം മുമ്പുള്ള ഒരു 20 വർഷത്തെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടി പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇവിടുത്തെ പ്രോപ്പർട്ടി പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2000 തൊട്ടുള്ള ഒരു കണക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നോക്കാം. അപ്പം 2000 തൊട്ട് 2007 വരെ പ്രോപ്പർട്ടി പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബൂമായിരുന്നു. 2000 കയറി തുടങ്ങി 2005 എത്തിയപ്പോഴേക്കും മാക്സിമം എത്തി. അങ്ങനെ 2007 മാക്സിമം എത്തി, ഒരു ലെവൽ എത്തി. അതിനുശേഷം അപ്പോൾ അന്നൊക്കെ പ്രോപ്പർട്ടി പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ബെഡ്റൂം 2 ബാത്റൂം വീടിനൊക്കെ ഒരു 350, 3.5 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ മാക്സിമം ആട്ടോ. മാക്സിമം 4 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി വീട് കിട്ടും ആ സമയത്ത്. അങ്ങനെ 2007 തൊട്ട് പ്രോപ്പർട്ടി പ്രൈസ് ഒന്ന് സ്റ്റേബിളായി. അതിനുശേഷം പ്രോപ്പർട്ടി പ്രൈസ് ഒന്ന് ചെറുതായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2ൽ കിടന്ന പ്രോപ്പർട്ടിയൊക്കെയാണ് ഈ 2000 തൊട്ട് 2007 എത്തിയപ്പോഴേക്ക് 4 എത്തിയത്. ആ പ്രോപ്പർട്ടി പ്രൈസ് 4 എത്തിയ പ്രോപ്പർട്ടി പ്രൈസ് ഒരു 3.5 ഇരുന്ന് ചെറുതായിട്ട് കുറഞ്ഞ് അങ്ങനെ കിടന്നു. പിന്നെ പ്രോപ്പർട്ടി ആരും മേടിക്കാത്ത സ്ഥിതിയിലൊക്കെ ഇങ്ങനെ പോയി. 2000 തൊട്ട് 2007 നിന്നും പിന്നെ ഒരു 2015 വരെയുള്ള കാലങ്ങളിൽ പ്രോപ്പർട്ടി ഒരു അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ടോട്ടൽ ഒരു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ന്യൂസിലാൻഡിലുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് എക്സ്പെൻസ് കൂടുതൽ, അങ്ങനെ ഒരു ലെവലില് റെന്റ് കൂടുതൽ, അങ്ങനെയുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത് 2007 തൊട്ട് 2015 വരെയുള്ള കാലങ്ങളിലാണ്. ഇപ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നത് അതേ ഫീലായിരുന്നു അന്ന് തോന്നിക്കൊണ്ടിരുന്നത്. ഓക്കെ, 2015 തൊട്ട് ചെറുതായിട്ട് പ്രോപ്പർട്ടി അനങ്ങി തുടങ്ങി. ഇൻട്രസ്റ്റ് റേറ്റ് ചെറുതായിട്ട് താഴോട്ട് വന്നു. 2007 എനിക്ക് തോന്നുന്നത് 7.5% ആയിരുന്നു ഇൻട്രസ്റ്റ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ഉള്ള കാലങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് കുറഞ്ഞു. ഏതാണ്ട് 2% വരെ ഇൻട്രസ്റ്റ് വന്നു. പതുക്കെ 2015 തൊട്ട് പ്രോപ്പർട്ടി അങ്ങോട്ട് ബൂം തുടങ്ങിയിട്ട് 2023 വരെ ബൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 2 എത്തിയിരുന്നു കേട്ടോ. 7.5 ആയിരുന്നു ഇൻട്രസ്റ്റ്, അത് കഴിഞ്ഞ് 2.5 എത്തി. അങ്ങനെ പ്രോപ്പർട്ടി ഏതാണ്ട് ഡബിളിന് മുകളിൽ എത്തി 2015 തൊട്ട് 23 വരെ, 23 ആദ്യമൊക്കെ വരെ. അപ്പം ഏതാണ്ട് കോവിഡ് ടൈമിലൊക്കെ പ്രോപ്പർട്ടി ഇടിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ബൂം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് 2023 പ്രോപ്പർട്ടി 2007 സംഭവിച്ചതുപോലെ പിന്നെ ഒന്ന് സ്റ്റേബിളായി നിൽക്കുകയാണ്. ഇപ്പം പ്രോപ്പർട്ടി ഇച്ചിരി താഴോട്ട് ഇറങ്ങുകയാണ് പ്രോപ്പർട്ടിയുടെ പ്രൈസ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതേ ഒരു കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത് മുഴുവൻ. അതായത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു 7-8 വർഷത്തെ കാലയളവാണ്. 2000 തൊട്ട് 2007 വരെ ഒരു 7 വർഷമുണ്ട്. 7 വർഷം ബൂമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 7 വർഷം പ്രോപ്പർട്ടി വലിയ കാര്യമായിട്ട് ബൂമിൽ താഴോട്ട് ചെറുതായിട്ടിരുന്നു. അങ്ങനെ ഒരു 7-8 വർഷം കിടന്നു. അതിനുശേഷം 23 23 തൊട്ട് ഇനി ഞാൻ പറയുന്നത് ഒരു 7-8 വർഷം ഇങ്ങനെ തന്നെ നിൽക്കും. അതായത് ഒരു 28-29 അടുത്തൊരു പ്രോപ്പർട്ടി ബൂം വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഭയങ്കര ഒരു പ്രോപ്പർട്ടി ബൂം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഒരു 8 വർഷം കയറുക, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്ലാറ്റ് ആവുക, ചെറുതായിട്ട് ഇരിക്കുക, അത് കഴിഞ്ഞ് 8 വർഷം അടുത്ത് കയറുക, അതൊരു 28-29 അടുത്ത് എത്തുക. അത് മാത്രമല്ല
ഏതാണ്ട് ന്യൂസിലാൻഡ് ഹിസ്റ്ററിയിൽ തന്നെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം പേര് ന്യൂസിലാൻഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. അത് ഒരുവിധം നല്ല സെറ്റിൽ ആയിട്ടിരിക്കുന്ന മറ്റേ ദുബായിൽ നിന്നും അതുപോലെ മറ്റുള്ള പല രാജ്യത്തു നിന്നും ആളുകൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരുവിധം പൈസയായിട്ടാണ് വന്നിരിക്കുന്നത്. അവരൊക്കെ ഈ പ്രോപ്പർട്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങും. അപ്പം അടുത്തൊരു പ്രോപ്പർട്ടി ബൂം, അടിപൊളി ബൂം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് പോകുന്ന ആളുകളുടെ നമ്പറും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം ചെറുതായി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആളുകൾ 3 ലക്ഷം, ഹിസ്റ്ററി ഇല്ലാത്ത അത്രയും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോകുന്നതും അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ തന്നെയുള്ളൂ സംഭവം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ന്യൂസിലാൻഡിലെ ഇപ്പം ലിവിങ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ജോബ് സെക്യൂരിറ്റി കുറവാണ്. അതായത് ഗവൺമെൻറ് ഫുള്ളായിട്ട് ജോബ് പല ഫീൽഡിൽ നിന്നും എടുത്തു കളയാണ്. അങ്ങനെയൊക്കെ പലർക്കും ജോലി കിട്ടാൻ പാടാണ് ഇപ്പം പുറത്തുനിന്ന്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴും ഇന്നലെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പലരും. സൂക്ഷിക്കുക കേട്ടോ, ഇവിടെ തട്ടിപ്പുള്ളിൽ കൂടെ ഏജൻസി ത്രൂ നിങ്ങൾ വരാതിരിക്കുക. ഇവിടെ ജോബ് കിട്ടാൻ ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം അങ്ങനെ ആളുകൾ കുറേ പേര് ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട്. അപ്പം ഇവിടെ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. പ്രോപ്പർട്ടി പ്രൈസ് താഴോട്ട് ഇരിക്കുക തന്നെയാണ്. 2028-29 അടുത്തൊരു ബൂം വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പുതിയ ഗവൺമെന്റ് ചെറിയ എന്താണ് അങ്ങനെ അങ്ങ് ഇടിച്ച് പ്രോപ്പർട്ടി ബൂം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചില നിയമങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ പുതിയതായിട്ട് ഇന്നലെയും അതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഓക്കെ, 2 ദിവസം മുമ്പ് വന്ന ഗവൺമെന്റിന്റെ പുതിയൊരു ഇത് നിയമം മാറ്റം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം ലെഫ്റ്റ് ഓവർ മുറ്റവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഗ്രാനി ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു 60 സ്ക്വയർ മീറ്ററിൽ താഴെയുള്ള വീടുകൾ നമുക്ക് പണിയാം വിത്തൗട്ട് എനി പെർമിഷൻ. ചെറിയ ലീഗൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട് പണിയാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ചാലും പ്രോപ്പർട്ടി പ്രൈസ് ഈ സമയമാകുമ്പം അടുത്ത ഇതിലേക്ക് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പം ഇങ്ങോട്ട് ആളുകൾ ഇഷ്ടംപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5-6 രാജ്യങ്ങളൊക്കെ ഉള്ളൂ. എന്താണ്, സ്വിറ്റ്സർലാൻഡും ഫിൻലാൻഡും അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളൊക്കെ ഈ ന്യൂസിലാൻഡ് പോലെ അത്ര സുന്ദരമായ രാജ്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടുത്തെ പ്രോപ്പർട്ടി പ്രൈസ് താഴോട്ട് പോവില്ല. ഇങ്ങനെ ഇപ്പം നിൽക്കുന്നതൊന്നും പേടിക്കേണ്ട, ഇതൊക്കെ അടിച്ച് കയറി വരും എന്നുള്ളതിനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമ്മളൊരു 20 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കണ്ടുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പോഴത്തെ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാങ്കുകാരെ കുറച്ച് ട്രിക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. അത് ഞാൻ പറയാം. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ അടുത്ത ഇയർ 2025 മിഡോടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 5.5 വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും ഷോർട്ട് ടേമിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്നത്. അതായത് നമ്മളെ ഇപ്പോൾ ഒരു വീടുള്ളവനെ ഒരു ലോങ് ടേമിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കാണിച്ച് അവനെ ലോക്ക് ചെയ്തിടുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് ലോങ് ടേമിലേക്ക് എനിക്ക് തോന്നുന്നത് 6.5 ഒക്കെ കാണിച്ച് ഷോർട്ട് ടൈമിലേക്ക് 6.8ഉം 6.9ഉം 7 കാണിക്കുന്നു. അപ്പോൾ അതായത് ലോങ് ടൈമിലേക്ക് നമ്മളെ തളച്ചിടുക അതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം 5.5 വന്നു കഴിഞ്ഞാൽ അവന് അത്രയും ലാഭമാണല്ലോ. അത് അങ്ങനെ ഒരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ പഴയ കുറേ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത വർഷത്തോടെ മിഡോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് വരാനും പതുക്കെ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലിവിങ് കോസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു നിർത്താൻ പറ്റും. ഇപ്പം ലിവിങ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കയറി നിൽക്കുകയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടുത്തെ റെന്റുകളുടെ കാര്യം, അതിനെപ്പറ്റി സംസാരിക്കാം നമുക്ക്. പുതിയ കണക്കുകൾ വെച്ച് ഇന്നലെ ന്യൂസ് ഹെറാൾഡിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. അത് വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും റെന്റ് കൂടിയ സ്ഥലം എന്ന് വെച്ചാൽ ന്യൂസിലാൻഡാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പലരും എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ട് മുഴുവൻ നെഗറ്റീവ് ആണെന്ന്. ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് 2 വർഷം മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലേക്ക് കയറി വരാൻ അത്ര എളുപ്പമുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് ആ സ്ഥിതിയല്ല. ന്യൂസിലാൻഡിലെ ചെലവുകളൊക്കെ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അതിന് കാണിച്ചത് ഇവിടെ നോക്കുക നിങ്ങൾ.
അതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് അമംഗ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസ് ടു റെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും റെന്റ് കൂടുതലുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. ഏതാണ്ട് 22% നമ്മുടെ സാലറിയുടെ 22% റെന്റിനായിട്ട് മാറ്റി വെക്കേണ്ട വരുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ന്യൂസിലാൻഡ് എന്നാണ് പറയുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേഷൻ അത്രയധികം ലെവൽ കൂടിയിരിക്കുകയാണ്. ആൾക്കാർ അത്രയധികം ന്യൂസിലാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനഫ് വീടുകളില്ല. അപ്പം ലാൻഡ് ലോഡ്സ് റെന്റ് കൂട്ടും. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഒരാളില്ലെങ്കിൽ വേറെ ആളെ കിട്ടാനുണ്ട്. അപ്പം റെന്റ് കൂട്ടും. പിന്നെ ചെലവ് കൂടി നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? ലിവിങ് കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുന്നത്. അപ്പം ലാൻഡ് ലോഡ് അതിന്റെ കൂട്ടും. ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു പണിക്ക് വേണ്ടി ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൂടുതലാണ്. അപ്പം ലാൻഡ് ലോഡ് കൂട്ടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടല്ല, എന്നാലും ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടത്താവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ റെസിഡൻസി വല്ലതും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒരു വീട് മേടിക്കാനുള്ള പരിപാടികളെ പറ്റി നോക്കുക. അതായിരിക്കും ബെസ്റ്റ്. അതെങ്ങനെ നടത്തും എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയാം. ഞാൻ പറയാം, നിങ്ങളത് നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ റെസിഡൻസി ഉള്ള ഒരാളാണ്, വലിയ കടങ്ങളൊന്നുമില്ല, നാട്ടിലേക്ക് ഒത്തിരി കാശൊന്നും മാറ്റേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മോർഗേജ് അഡ്വൈസറെ കാണാൻ നോക്കുക. ഇഷ്ടംപോലെ മലയാളി മോർഗേജ് അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്താണുള്ളത് അവരുടെ അടുത്തുള്ള ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. അവരെ മലയാളികളുണ്ട്, അവരെ കണ്ടാൽ മതി. അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ലോൺ കിട്ടുമോ നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചിട്ട്, വിസ സ്റ്റാറ്റസും നിങ്ങളുടെ മറ്റുള്ള എക്സ്പെൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുമോ എന്ന് ആദ്യം അന്വേഷിക്കുക. ലോൺ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ ഒരു വീട് മേടിക്കാനുള്ള പരിപാടി നോക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീട് മേടിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്കത് സേവിങ് ആയിട്ട് മാറുകയാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇങ്ങനെ വന്ന് ജോലി ചെയ്യുന്നു, രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു ലക്ഷറി കാർ മേടിക്കാൻ വിചാരിക്കുന്നു. അതിലേക്ക് റീപേയ്മെന്റ് പോകുന്നു. അത് നിങ്ങൾ വീട് മേടിക്കുന്ന കാര്യം വരുമ്പോൾ അത് നിങ്ങളുടെ ഹോം ലോൺ കിട്ടുന്നതിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് നല്ല പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വീടൊന്നുമില്ല, അപ്പം വേറെ ചിലവുകളൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഐഫോൺ പ്രോ മാക്സ് 15 പ്രോ മാക്സ് അല്ലെങ്കിൽ 16 പ്രോ മാക്സ് വന്നു, അല്ലെങ്കിൽ 25 സാംസങ് വന്നു, പ്രോ മാക്സ് വന്നു, അതിലേക്ക് മേടിക്കാതെ വിചാരിക്കും. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പൈസ നിങ്ങൾ വേസ്റ്റായി കളയാതിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സമയം വരും. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീട് മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. വണ്ടിയൊക്കെ പിന്നെ മേടിച്ചാൽ മതി. ഞാനൊക്കെ എങ്ങനെയാ വെച്ചാൽ, ഞാൻ ആദ്യം വന്നിട്ട് ഞാൻ അറിയുന്നു, ഞാൻ ഒക്കെ കൂട്ടുകാരും ഒക്കെ ചെയ്തിരിക്കുന്ന മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങളൊരു വീട് മേടിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും വണ്ടിയൊക്കെ ചെറുത് മതി, കുഴപ്പമൊന്നുമില്ല. ന്യൂസിലാൻഡ് ഒരു പ്രത്യേകത വെച്ചാൽ വലിയ വണ്ടികളും, ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ എല്ലാവരും ബഹുത്ത് ബഡ വണ്ടികളാണ്. അതായത് ഭയങ്കര എക്സ്പെൻസീവ്, $1-2 ലക്ഷം വണ്ടിയൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇവിടെ അങ്ങനെ ഒരു കാട്ടായം ഇവിടെ ഇല്ല. വളരെ ചെറിയ വണ്ടികളിലൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. വലിയ വണ്ടികളുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് വന്നതും ഇതുപോലെ വീടുകളും പരിപാടിയൊക്കെ ആയിട്ട് ആ ലെവല് കഴിഞ്ഞവരാണ്. ഇപ്പൊ പുതിയ വന്നവരൊക്കെ ചെറിയ വണ്ടികളിലും. പിന്നെ നിങ്ങൾ ഫോണിനൊന്നും $2,000-3,000 കൊടുത്ത് ഫോണൊന്നും ഒരിക്കലും മേടിക്കരുത് ഞാൻ പറയണേ. എന്തിനാ ഇതൊക്കെ? ഞാൻ ഉപയോഗിക്കുന്ന ഫോണുണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ സാംസങ് എ ആണിത്. ഇതിന് നടക്കുന്നതും പ്രോമാക്സിന് നടക്കുന്നതും എല്ലാം ഒരേ ഇത് തന്നെയാണ്. നമുക്ക് നെറ്റ് കയറാനും വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നടക്കും. ഞാൻ യൂട്യൂബിൽ കൂടെ മുഴുവൻ ആൻസർ ചെയ്യുന്നത്. ഇത് വെറും $500 ഫോണാണ്. $2,000 ഫോണും $500 ഫോണും നടക്കുന്ന ഒരേ ഫീലിംഗ് തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊരു വീട് മേടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം വീട് മേടിച്ചാൽ സേവിങ്ങിലേക്ക് പൊക്കോളും. നമുക്ക് ഫ്യൂച്ചറിൽ അത് വലിയൊരു ബെനിഫിറ്റ് ആണ്, വലിയൊരു മാറ്റം വരുത്തും. എന്തായാലും ഇത് കാലം ചെല്ലുന്തോറും റെന്റ് കൂടിപ്പോവും, പ്രോപ്പർട്ടി ഇവിടെ റീപേയ്മെന്റ് താഴോട്ട് വരും. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ അപ്രീസിയേഷൻ കൂടും. റെന്റ് നിങ്ങൾ അടയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെന്റ് ഇപ്പം എനിക്ക് ടെനന്റിന്റെ ലാൻഡ് ലോഡിന്റെ റീപേയ്മെന്റ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം നിങ്ങളുടെ തന്നെ വീട് സ്വന്തമാക്കി വെച്ചിട്ട് നിങ്ങൾ ഒരു വീട് മേടിച്ച് അതിലേക്ക് റീപേ ചെയ്യാൻ നോക്കുക. വലിയ വീടുകൾ ഒരിക്കലും നോക്കണ്ട, ചെറിയ വീട് മതി. നിങ്ങൾക്ക് പറ്റുന്ന എന്ത് മോർഗേജ് ബ്രോക്കറെ കാണുമ്പോൾ മോർഗേജ് ബ്രോക്കർ നിങ്ങൾക്ക് എന്ത് ലോൺ കിട്ടുമെന്ന് പറയും. എന്നിട്ട് ആ ലോൺ എന്താണ്, ആ ലോണിന് കിട്ടുന്ന വീട് മേടിച്ചാൽ മതി. നിങ്ങൾ 1 ബെഡ്റൂമോ അല്ലെങ്കിൽ 2 ബെഡ്റൂമോ അല്ലെങ്കിൽ ഒരു യൂണിറ്റോ അങ്ങനെയുള്ള ചെറുത് മേടിക്കുക. ഇപ്പം നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു വീട് നിങ്ങൾ മേടിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ്
നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഒന്ന് പ്രോപ്പർട്ടി അപ്രീസിയേഷൻ ഒക്കെ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ വന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടുവരാൻ പറ്റി, നിങ്ങളുടെ ശമ്പളം കൂടി, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഇവിടെ എല്ലാവരും ചെയ്യുന്ന അതാ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു, ചെറിയ വീട്ടിൽ തുടങ്ങി, അത് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്താൽ മുകളിലേക്ക് വരണം. എല്ലാവരും തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. നാട്ടിലെ പോലെ 100-150 വർഷം തറവാട് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. വീട് വില കൂടുമ്പോൾ അത് വിറ്റിട്ട് നമ്മൾ കുറച്ചും കൂടെ സൗകര്യമുള്ള വലിയ വീട്ടിലേക്ക് മേടിക്കും. അപ്പം നിങ്ങളൊരു യൂണിറ്റ് ആയാലും മേടിക്കുക. അതിനുശേഷം ഒന്നുകിൽ വിൽക്കണ്ട, റെന്റിന് കൊടുക്കുക. അത് നല്ല റെന്റിന് കൊടുത്തിട്ട് വേറൊരു അതിന്റെ ഇക്വിറ്റി വെച്ചിട്ട്, അതായത് അതിന്റെ വില കൂടുമല്ലോ, ആ പൈസയും കൂടെ വെച്ച് ഇക്വിറ്റി, അതൊക്കെ മോർഗേജ് ബ്രോക്കർ പറഞ്ഞുതരും. ഇക്വിറ്റി കൂടെ വെച്ചിട്ട് പുതിയ അടുത്ത വീട് മേടിക്കാൻ നോക്കുക. അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ വിറ്റിട്ട് മേടിക്കാം. വിൽക്കാതെ മേടിക്കുകയാണ് നല്ലതാണ് ഞാൻ പറയാം. അപ്പം അപ്പോഴും നമുക്ക് എന്താ, അത് സേവിങ്ങിലേക്ക് പോകും. അപ്പം ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അന്ന് ചെയ്തത് വളരെ നന്നായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ വലിയ വണ്ടികളും വലിയ ഫോണുകളും ഒക്കെ മേടിച്ചോ. അതുവരെ നിങ്ങളൊന്ന് ചെലവ് ചുരുക്കി അങ്ങനെ നമ്മളൊരു സ്റ്റെപ്പ് ഇടുക. നമ്മൾ എന്തായാലും ഇരുന്നിട്ട് വേണം കാലം നീട്ടുക എന്ന് പറയില്ല. നമ്മൾ ആദ്യം ഒന്ന് മര്യാദയ്ക്ക് ഒരു സ്റ്റെപ്പ്, ഒരു കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ്ങും പരിപാടികളും ഉണ്ടാക്കി ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി തിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വീട് മേടിക്കാൻ ആരെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടൈമാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ ബയേഴ്സ് മാർക്കറ്റാണ്. അതായത് പ്രോപ്പർട്ടി പ്രൈസ് താഴോട്ട് ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട്. ഇത് ഒത്തിരി താഴോട്ടൊന്നും പോകുന്നു വിചാരിക്കേണ്ട. നിങ്ങൾ മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തന്നെ മാർക്കറ്റ് എന്താണ്, പുതിയ വീടുകൾ വരുന്നുണ്ടോ, എന്താണ് വീടുകൾ എന്നൊക്കെ നോക്കി നിങ്ങൾ ഓപ്പൺ ഹോം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അറിയാലോ. ഇവിടെ വീട് വിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഓപ്പൺ ഹോം നോക്കും. നമ്മളൊന്ന് വീട് കയറുകയാണ്. നിങ്ങൾക്ക് ഇപ്പം ലോണൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് അതിന് തന്നെ മോർഗേജ് ബ്രോക്കർ തന്നെ കണ്ട് അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഓപ്പൺ ഹോം എന്നൊരു കണ്ടാൽ നിങ്ങൾ വെറുതെ കാണുക വീടുകൾ. അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് വീടിനെ പറ്റി ഐഡിയ വരും. ഞാനൊക്കെ എങ്ങനെയാണല്ലോ കാണുന്ന വീടുകളൊക്കെ കയറുക, അങ്ങനെയാണല്ലോ എങ്ങനെ. അപ്പോഴാണ് വീടുകളെ പറ്റി ഐഡിയ. പിന്നെ അവർ കുറേ കാര്യങ്ങൾ പറയാം, അത് കേട്ട് അങ്ങനെയാണ്. അപ്പോഴേ നമുക്ക് കുറേ മനസ്സിലാവും. നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. നല്ല ഐഡിയാസ് മുഴുവൻ എടുക്കുക. പിന്നെ ഈ കുറേ പേര് വീട് മേടിക്കരുത്, റെന്റ് അത് ഇതെന്ന് പറയും. അധികം നെഗറ്റീവ്സ് പറയുന്നവരെ പതുക്കെ അങ്ങ് ഒഴിവാക്കി നിർത്തുക. എന്നിട്ട് പോസിറ്റീവ് പറയുന്നവരെ നല്ലോണം കേട്ട് അതിലൂടെ യാത്ര ചെയ്യാൻ നോക്കുക. പോസിറ്റീവ് പറയുന്നു, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മളെ താഴ്ത്താൻ വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. കൂട്ടുകാരും പരിപാടികളൊക്കെ ഉണ്ടാവും. അവരെ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക, അവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക. ബെസ്റ്റായിട്ടുള്ള പരിപാടി. അതായത് പിന്നെ വായിക്കുകയും ചെയ്യുക, കാര്യങ്ങൾ അപ്ഡേറ്റ്, പിന്നെ മോർഗേജ് ബ്രോക്കേഴ്സ് കാണുക. അങ്ങനെ ഞാൻ പറയുന്നത്, നിങ്ങൾ വീട് മേടിക്കാൻ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ വീട് മേടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് കഴിഞ്ഞ് പ്രോപ്പർട്ടി ഒരു ബൂം ഉണ്ടാവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയധികം ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നിരിക്കും. എല്ലാവർക്കും വീട് വേണം. ഇവിടെ ഇനഫ് വീടുകളില്ല ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗവൺമെന്റ് അധികം ഇൻക്രീസ് ചെയ്യാതിരിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തൊരു ബൂം എന്ന് പറഞ്ഞാൽ അടിപൊളി ബൂമാകുന്നത് തന്നെയാണ്. അപ്പം നിങ്ങൾ വീട് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട് മേടിക്കുക. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗൈസ്.